ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഷെയ്ഖ തോംഷ്. ഇന്ന് ഞാനൊരു സദ്യ സ്പെഷ്യൽ, ഒരു കളർഫുൾ തോരനും ഒരു മെഴുക്ക് പുരട്ടിയാണ്. നമ്മുടെ ഓണം സദ്യയെ കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നല്ല രണ്ട് റെസിപ്പിയാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് തോരൻ ഉണ്ടാക്കാം. തോരന് ഞാൻ നല്ല ബീട്രൂട്ടും ക്യാരറ്റും ചേർത്തിട്ട് നല്ലൊരു അടിപൊളി തോരനാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ ടേസ്റ്റ് ഒരു കോംപ്രമൈസും ഇല്ല, നല്ല രുചിയാണ്. ഞാൻ ഇതിന് വേണ്ടി ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഉഴുന്ന് പരിപ്പ് വേണമെന്നുള്ളവർക്കിടാം. ഞാൻ ഉഴുന്ന് പരിപ്പിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇന്നിപ്പോൾ ഉഴുന്ന് പരിപ്പിടാതെയാണ്. കടുകും കറിവേപ്പില ഇട്ട് പൊട്ടിയതിന് ശേഷം സവാളയും, ചെറുതായി അരിഞ്ഞ സവാളയും പച്ചമുളകും ചേർത്ത് ക്യാരറ്റും ബീട്രൂട്ടും കൂടി അതും വളരെ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത തേങ്ങ, ഗ്രൈൻഡ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. നന്നായിട്ട് നമ്മൾ കുനുകുന ചിരവിയെടുത്ത തേങ്ങയാണെങ്കിൽ അത് ഗ്രൈൻഡ് ചെയ്യും പോലെ വേണ്ട. ജീരകം ഞാൻ ആദ്യം കടുവിട്ട് പൊട്ടിച്ചപ്പോൾ ജീരകം കൂടി ചേർത്തിട്ടുണ്ട്. ആ തേങ്ങയും കൂടി ഇട്ട് അടച്ച് 2 മിനിറ്റ് വെച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അടിപൊളി ഒരു തോരനാണെങ്കിൽ അടുത്ത് നമുക്ക് നല്ലൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. വഴുതന മെഴുക്ക് പുരട്ടിയാണ്. വഴുതന എടുത്തിട്ടുള്ളത് നമ്മുടെ തന്നെ നാടൻ, നമ്മുടെ വീട്ടിൽ പിടിച്ച വഴുതനയാണ്. നല്ല ഒരുപാട് മുറ്റിയിട്ടൊന്നുമില്ല, നല്ല കറക്റ്റ് പാകത്തിനുള്ള നല്ല വഴുതന. അതിന് ഞാൻ ശരിക്കും തിന്നായിട്ട് കട്ട് ചെയ്തത്. വഴുതന കട്ട് ചെയ്യുമ്പോൾ അല്പം കട്ടിയായിട്ട് തന്നെ കട്ട് ചെയ്യണം. ഓരോ പീസും കുറച്ച് കട്ടിയായിരിക്കണം, ഇത്തിരി വലിപ്പമുള്ള പീസായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ആവി കയറുമ്പോൾ തന്നെ അത് കുഴഞ്ഞു പോകും. അങ്ങനെ കുഴഞ്ഞു പോയാൽ കഴിക്കാനൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഞാനത് 2 വഴുതന എടുത്ത് രണ്ടും ഒരു ചെറിയൊരു വലിപ്പത്തിലായി തന്നെ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന് വേണ്ടിയിരുന്ന ഒരു 3-4 പച്ചമുളകും അതും നമ്മുടെ തന്നെ സ്വന്തം വീട്ടിൽ പിടിച്ചത് വെച്ച് നമുക്ക് തോരനും മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷമാണ്. ഇതും അങ്ങനെ തന്നെയാണ്. അതെല്ലാം കൂടി നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊരു അല്പം ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ പീസ് ഇഞ്ചിയുണ്ട്. ഒരു 10-15 ചെറിയ ഉള്ളി അതും എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പ് വെച്ചിട്ട് അതിനാവശ്യമുള്ള വെളിച്ചെണ്ണ 1 സ്പൂണോ 2 സ്പൂണോ ആവശ്യമുള്ള നമുക്ക് എത്ര ക്വാണ്ടിറ്റി വഴുതനയോ എടുക്കുന്നു അതനുസരിച്ചുള്ള ചെറിയ രീതിയിലുള്ള അളവ് മതിയല്ലോ എണ്ണ അതൊഴിച്ച് കടുകിട്ട് പൊട്ടി വന്നതിന് ശേഷം മറ്റുള്ളതെല്ലാം ചേർക്കാം. ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഓളെന്നുള്ള ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുതേ. പിന്നെ കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇട്ട് അതും ഒന്ന് മൊരിഞ്ഞ് വരണം. എൻ്റെ ഈ തോരൻ്റെ റെസിപ്പിയും ഈ വഴുതനയും ഇതുപോലെ തന്നെ ഒന്ന് വെച്ച് നോക്കിയിട്ട് ഒന്ന് അറിയും കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. വേഗം ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതാണ്. ചെറിയ ഉള്ളി ഞാൻ ഇടികല്ലിലിട്ട് കുറച്ചൊന്ന് ചതച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ഗോൾഡൻ കളറൊന്നും ആവേണ്ട, ഉള്ളി ഒന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മതി. അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്തിട്ടുണ്ട്. ഒരു 4-5 കാന്താരിമുളക് എല്ലാത്തിനും നല്ലതാണ്. വെജിറ്റബിളിൻ്റെ എന്ത് ഐറ്റംസ് ഉണ്ടാക്കുന്നതിലും കാന്താരിമുളക് ഇട്ടാൽ നമ്മുടെ BP-യുടെ ലെവലായാലും ഷുഗറിൻ്റെ ലെവലായാലും ഒക്കെ കുറയ്ക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ ഈ കാന്താരിമുളകിനുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ അതിലേക്ക് ഇപ്പോൾ വഴറ്റി വെച്ചതിലേക്ക് കട്ട് ചെയ്ത വഴുതനയും അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് വേകേണ്ട സമയമില്ല. കുറച്ച് ഒന്ന് ആവി കയറുമ്പോൾ തന്നെ നന്നായി കുക്കായി വരുന്ന സംഭവമാണ് വഴുതന. അതിലേക്കൊരു 1-1.5 സ്പൂൺ ഞാൻ ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടി ചെറിയൊരു എരിവിന് ഞാൻ കാന്താരിമുളകും പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സ് നമ്മുടെ കാശ്മീരി ചില്ലിയുടേതാണ്. അപ്പോൾ കാണാൻ നമുക്കൊരു ഭംഗിയും കഴിക്കാനും നല്ല ടേസ്റ്റുമാണ്. ഒരു ചോറിന് ഇതുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ഒരു മെഴുക്ക് പുരട്ടി മാത്രം മതി. ആ തോരനും ഈ മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം മതി. ഒഴിച്ച് കറി എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ ഒരു കറി ഉണ്ടെങ്കിൽ ഇത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. പക്ഷെ
ഇൻഷാ ഇങ്ങനെ ഒരു തോരൻ നമുക്ക് ഒന്ന് തയ്യാറാക്കി നോക്കി, മെഴുക്ക് പുരട്ടി തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഓണത്തിന് ഇതുപോലെ തന്നെ സദ്യയിൽ ഓരോ കറികൾ വിളമ്പി വെച്ച് നോക്കുക. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാകും.